ഇവിഎമ്മിൽ ആശങ്കയുണ്ട് എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന അന്തിമ വിധിയല്ല, പക്ഷേ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന പരാമർശങ്ങൾ നിരാശാജനകം തന്നെയാണ്. ഇപ്പോൾ ഒന്നിലധികം ഹർജികൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊന്ന് കോടതിയിൽ എടുത്തത്. പക്ഷേ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ നടന്നു. കോടതിയുടെ വാചകം ഇതാണ്: അമിത സംശയം നല്ലതല്ല, സാങ്കേതിക ഘടകങ്ങൾ മനസ്സിലാക്കണം എന്നാണ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിശദീകരണത്തിൽ വോട്ടർമാർ തൃപ്തരാണ് എന്ന് സുപ്രീം കോടതി അങ്ങ് അനുമാനിക്കുകയാണ്. അപ്പോൾ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനം നന്നായി തന്നെ പ്രവർത്തിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. വോട്ടിംഗ് ശതമാനം കൂടുന്നത് അതിൻ്റെ ലക്ഷണമാണ് എന്ന് പറയുന്നു. അപ്പോൾ വിദേശത്തെ സാഹചര്യമാണ് ഈ ഹർജി ഉന്നയിച്ചവർ നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചപ്പോഴുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ വിദേശത്ത് മാത്രമല്ല ഇവിടെയും നല്ല സംവിധാനമാണെന്ന് കോടതി ആവർത്തിക്കുകയാണ്. മാത്രമല്ല ഹർജിക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് തമാശ രൂപത്തിലാണ് ഹർജിക്കാർ വന്നതെന്ന വിമർശനം കോടതി നടത്തുന്നു. വളച്ചൊടിച്ച വാർത്തകളുമായി ഹർജിക്കാർ കോടതിയെ സമീപിക്കുകയാണെന്ന് പറയുന്നു. ഇതൊക്കെ പ്രതിപക്ഷം കഴിഞ്ഞ കുറച്ചു നാളുകളായി ആവർത്തിച്ചു വരുന്ന വലിയ ആരോപണമാണ്. ആ ആരോപണത്തെ പ്രതിരോധിക്കാൻ ഭരണപക്ഷത്തിന് കഴിയുന്ന രൂപത്തിലാണ് സുപ്രീം കോടതി ഇന്നത്തെ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. നമുക്ക് നേരത്തെ CSDSന്റെ സർവേ നമ്മുടെ മുന്നിലുണ്ടായിരുന്നല്ലോ. ആ സർവേയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസ്യത തകരുന്നു എന്ന കണ്ടെത്തൽ വലിയ രൂപത്തിലാണ്. 79% പേരാണ് ആ രൂപത്തിൽ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് വലിയ രൂപത്തിൽ തന്നെ ആ സംവിധാനത്തെ പഴയ രൂപത്തിലല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംവിധാനത്തെ കാണുന്നത്. അതിൻ്റെ രൂപഘടന, അതിൽ അംഗങ്ങളാകുന്ന ഏത് രൂപത്തിൽ വരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ അതിന് വിശ്വാസ്യത തകർക്കുന്നുണ്ട്. ആ രൂപത്തിലേക്ക് ജനം സംശയിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ അതുകൂടി സുപ്രീം കോടതി പരിഗണിക്കാതെയാണ് ഇന്നത്തെ പരാമർശങ്ങൾ നടത്തിയത് എന്നുള്ളത് ആശങ്കാജനകം തന്നെയാണ്. അപ്പോൾ EVMൽ ആശങ്കയോ എന്നതിൽ എൻ്റെ ഉത്തരം ആശങ്ക എന്നുള്ളതാണ്. Meet the editors.